അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി മനസ്സ് നിറച്ച് ബലിപെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹുൽ അഅമാൽ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, 140 കോടിയിൽ പരം വരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മാനസങ്ങളിൽ ആനന്ദവും ആവേശവും ആഹ്ലാദവും ആരവം പോലെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പരിശുദ്ധ സുദിനമാണ് ഈദുൽ അദ്ഹ, അതായത് ബലിപെരുന്നാൾ ദിനം. അതിൻ്റെ ഏറ്റവും മഹനീയമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മനോഹരമായ സുദിനത്തിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ബലിപെരുന്നാളിൽ ഓർക്കുകയും പറയുകയും സ്മരിക്കുകയും എത്രത്തോളം എന്ന് ചോദിച്ചാൽ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ മഹാനാണ് സയ്യിദന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആൻ ആരുടെ പിന്നാലെ നടക്കണം, ആരുടെ മില്ലത്തിന്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കണം എന്നാണോ പറഞ്ഞിട്ടുള്ളത്? ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ആലു ഇമ്രാനിന്റെ 95-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പിന്നാലെ നടക്കണമെന്നാണ്. അത്രയേറെ പ്രൗഢമായ സമുന്നതമായ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഖലീലായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിൽ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കാൻ എന്തേ കാരണം? എന്താ മഹാനുഭാവന മാത്രം ഇത്രയേറെ ബലിപെരുന്നാൾ സ്മരിക്കപ്പെടുന്നത്? ആ മഹാനുഭാവന്റെ ഈമാനിന്റെ തഖ്വയുടെ തവക്കുലിന്റെ ഉദാഹരണമാണ് ഇന്നും ബലിപെരുന്നാൾ ദിനത്തിൽ നടക്കുന്നത്. മഹാനുഭാവന്റെ ലൈഫിൽ, ജീവിതത്തിൽ ആ അത്ഭുതകരമായ ഈമാനിന്റെ എക്സ്പീരിയൻസ്, അനുഭവ കഥ ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ബലിപെരുന്നാളില്ല, ഇന്ന് ബലിയില്ല, ഉളുഹിയ്യത്തില്ല. അതെല്ലാം മഹാനുഭാവന്റെ ജീവിതത്തിൽ ഉണ്ടായ ഈമാനിന്റെയും തവക്കുലിന്റെയും എക്സ്പീരിയൻസിന്റെ ചരിത്രത്തിൽ നിന്നാണ് ബലിപെരുന്നാൾ പോലും ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിന്റെ സായും സന്ധ്യയിൽ തനിക്കുണ്ടായ ആ പൊന്നോമന പൈതൽ, ആ കുഞ്ഞുമോൻ, ആ പൊന്നുമോന് ഒരു വകതിരിവിന്റെ പ്രായമായപ്പോൾ, കുഞ്ഞു പ്രായത്തിൽ അള്ളാഹുവിന്റെ ഓർഡർ വന്നു, ഞാൻ നൽകിയിരിക്കുന്ന നിന്റെ മോനില്ലേ, ആ പൊന്നുമോനെ നീ സ്വകരങ്ങൾ കൊണ്ട് മറ്റൊരാളെ കൂലിക്കൊന്നും ഏൽപ്പിക്കാൻ പാടില്ല, ഒരു മൊല്ലാക്കാനെയും വിളിക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ബലിയെറുക്കണം, ഇതെൻ്റെ തീരുമാനമാണ് എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം വന്ന് അറിയിച്ചു കൊടുത്തപ്പോൾ ഒരു ലെവലേശം പോലും പതറാതെ, തകരാതെ, തളരാതെ, റിവേഴ്സ് വരാതെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് 100% വഴിപ്പെട്ടുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ച ഏറ്റവും സമുന്നതമായ തവക്കുലിൻ്റെ ജീവിതം. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ A to Z സകലതും എൻ്റെ കർമ്മങ്ങൾ മാത്രമല്ല, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ സമ്പത്തും എൻ്റെ സൗകര്യങ്ങളുമൊക്കെ അള്ളാഹുവേ നീ പറയുന്ന തരത്തിൽ ഞാൻ ചെലവഴിക്കാം. മകനെ അറുക്കാനാണോ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ചെയ്യാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമോനെ അറുക്കാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഈമാനിൻ്റെ വീര്യം എത്രയാണ്! ആ മനോഹരമായ ആ ചരിത്ര സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന് പകരം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടിനെ പകരം കൊടുത്തു. അതിനെ അറവ് നടത്താൻ പറഞ്ഞു. ആ പരീക്ഷണത്തിൽ വിജയിച്ച സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോകത്തിൻ്റെ അവസാനം വരെ, ഖിയാമത്ത് നാളിൻ്റെ അന്ന് വരെ മുസ്ലിം ഉമ്മത്ത് ഓർക്കാൻ വേണ്ടി അള്ളാഹു ബലിപെരുന്നാളും ബലികർമ്മവും സമ്മാനിച്ചു. ഇന്ന് ബലികർമ്മത്തിന് വേണ്ടി പോകുന്ന, തൻ്റെ ഉരുക്കളെ കൊണ്ടുപോകുന്ന, തൻ്റെ മഹല്ലിൽ നടക്കുന്ന കർമ്മങ്ങളിൽ സാക്ഷിയാകുന്ന ഓരോരുത്തരും അറിയണം, ഇത് കേവലം ഒരു ചടങ്ങല്ല, ഇതൊരു പൊന്നുമോനെ അറുക്കാൻ വേണ്ടി മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയ ഒരു ഉപ്പയുടെ, ആ മകൻ്റെ വാപ്പ കുറച്ചു കഴിഞ്ഞാൽ കഴുത്തിൽ കത്തിവെക്കും എന്നുള്ള തീരുമാനം ചുമ്മാ അറിയാതെയും മനസ്സിലാക്കാതെയും ഉറക്കത്തിൽ കിടക്കുമ്പോൾ കൊണ്ടുപോകല്ല, മനസ്സിലാക്കി കൊടുത്ത് ഇന്നതാണ് സംഭവമെന്ന്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കൊച്ചുബാലൻ വിളിച്ചു പറഞ്ഞ ആ പിതാവിൻ്റെ മകൻ്റെ തവക്കുലിൻ്റെ അർപ്പണബോധത്തിൻ്റെ കഥ ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഉദ്ഹിയ്യത്ത് കർമ്മം. ഈ കർമ്മത്തിലൂടെ അതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കേവലം ബലിമാംസം വിതരണം ചെയ്യലല്ല,
കേവലം കർമ്മം നടത്തലല്ല, ഇതൊരു ഈമാനിൻ്റെ തവക്കുലിൻ്റെ പാഠം പഠിപ്പിക്കലാണ്. ഈ പാഠം ഈ ഉമ്മത്തിന് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തവക്കുലിൻ്റെ സന്ദേശമാണ്. ലോകത്തോട് വിളിച്ചു പറഞ്ഞ അല്ലാഹു അക്ബർ, ആ വിപ്ലവത്തിൻ്റെ മനോഹരമായ പരിശുദ്ധമായ വാക്ക്, അത് കേവലം നാവ് കൊണ്ട് പറയാനുള്ള വാക്കല്ല, അത് ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. അല്ലാഹു അക്ബർ. എൻ്റെ ജീവിതം, എൻ്റെ സമ്പത്ത്, എൻ്റെ സൗകര്യം, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതത്തിൻ്റെ A to Z സകല കാര്യങ്ങളും അല്ലാഹുവേ നിന്റെ താഴെയാണ്. അല്ലാഹു അക്ബർ. നീയാണ് ഏറ്റവും വലുത്, ഏറ്റവും മീത നീയാണ്. നിന്റെ തീരുമാനത്തിനാണ് വില. എൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ എൻ്റെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഇഷ്ടത്തിനല്ല വില, നിന്റെ ഇഷ്ടത്തിനാണ് വില. നീ എന്തു പറയുന്നു ഞാനത് നടപ്പാക്കും. നിന്റെ തീരുമാനം നടക്കട്ടെ. അതാണ് അല്ലാഹു അക്ബർ. ഇത് കേവലം നാവിൽ മാത്രമാകുമ്പോൾ ഈ ഉമ്മത്ത് പരാജയപ്പെടും. ഈ ഉമ്മത്തിന് ആർക്കും പന്ത് തട്ടുന്നത് പോലെ തട്ടാം നാവിൽ മാത്രമാകുമ്പോൾ. പക്ഷേ ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വിപ്ലവത്തിൻ്റെ വാക്ക്, ഈ കലിമത്ത്, ഈ പരിശുദ്ധമായ തക്ബീർ നെഞ്ചകത്താകുമ്പോൾ, ഹൃദയത്തിലാകുമ്പോൾ, ഈമാനിലാകുമ്പോൾ ഈ ഉമ്മത്തിനെ തൊടാൻ ലോകത്തൊരു പടപ്പിനും കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ജീവിതത്തിലേക്ക് ഈ അർപ്പണബോധത്തിൻ്റെ, തവക്കുലിൻ്റെ, ഈ ആത്മവീര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ വേരുകൾ ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ എന്നുള്ള സന്ദേശം ഈ ബലിപെരുന്നാളിൻ്റെ സന്ദേശമാണ്. ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തവക്കുലിൻ്റെ, അർപ്പണബോധത്തിൻ്റെ, കലിമത്തു തക്ബീറിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, ലോക പോലീസായി കണ്ണിരുട്ടുന്ന, സാധുക്കളായ രാജ്യക്കാരെ പോലും അകാരണമായി വേദനിപ്പിക്കുന്ന ആ വേദനയുടെ കാരണം കൊണ്ട് ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പല ക്ലേശങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിൻ്റെ നേതാക്കന്മാരുടെ, ഭരണാധികാരികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനമായി വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ. നീതിയാണ് വിജയിക്കേണ്ടത്, ഏറ്റവും വലിയ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്, ഏറ്റവും വലിയ സാഹോദര്യമാണ് ഉണ്ടാകേണ്ടത്. അക്രമം പരാജയപ്പെടും, അക്രമാരികൾ തോറ്റുപോകും എന്ന് പറഞ്ഞുകൊണ്ട് കൊലക്കയറിൻ്റെ മുന്നിലും പുഞ്ചിരിയോടെ നിന്ന ഒരു മനുഷ്യൻ്റെ ഓർമ്മ ഈ ബലിപെരുന്നാളിൻ്റെ ഓർമ്മയാണ്. ബലിപെരുന്നാളിൻ്റെ പ്രഭാതത്തിലാണ് ഇറാഖിൻ്റെ മുൻ പ്രസിഡന്റ്, ഏറ്റവും യോഗ്യനായ, ഇന്നും കേരളത്തിൻ്റെ മണ്ണിൽ പോലും പല സ്ഥലങ്ങളിലും വലിയ കട്ടൗട്ടർ വച്ചിട്ടുണ്ട്. എന്തിനാ വച്ചിരിക്കുന്നത്? സദ്ദാം എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ ഗർജിക്കുന്ന സിംഹം, നീതിക്ക് വേണ്ടി പോരാടിയ, നീതിക്ക് വേണ്ടി ശബ്ദിച്ച, അനീതിയുടെ മുന്നിൽ ഒരിക്കലും തലതാഴ്ത്താത്ത വലിയൊരു നേതാവിൻ്റെ ഓർമ്മയുടെ സ്മരണ. ആ വലിയ മഹാമനുഷ്യൻ്റെ, സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കഴുത്തിൽ അനീതിയുടെ കൊലക്കയറി വീണത് ഇതേപോലൊരു ബലിപെരുന്നാളിൻ്റെ പ്രഭാതത്തിലാണ്. ആ മനുഷ്യൻ്റെ വീര്യം കൂടിയ നാവിലൂടെയും അവസാന ഘട്ടങ്ങളിലും നിർഗളിച്ചത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറാണ്. ഈ തക്ബീറിൻ്റെ വീര്യം നമ്മുടെ വീര്യമാകണം. ആ വീര്യം എന്തിനാ? മറ്റൊരാളെ പ്രയാസപ്പെടുത്താനല്ല, അന്യമതസ്ഥനെ വേദനിപ്പിക്കാനല്ല, അവനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവനെ കൂടെ ചേർത്ത് പിടിക്കാൻ, ക്രൈസ്തവനെ കൂടെ ചേർത്ത് പിടിക്കാൻ, അവനെയും എന്നെയും ഇവനെയും ഒരാളും ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അക്രമകാരികൾക്ക് വിട്ടുകൊടുക്കില്ല, ഞങ്ങളുടേതാണവർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതസ്ഥരെയും ചേർത്തു പിടിക്കുന്ന, തൗഹീദിൻ്റെ മനോഹരമായ ധുനിക്ക് വേണ്ടി ജീവിക്കുന്ന ആ സമർപ്പണത്തിൻ്റെ, അർപ്പണബോധത്തിൻ്റെ ഒരു പാഠം മനുഷ്യൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം അല്ലാഹുവിൽ സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ ഇന്ന് ലോകത്ത് ഓർമ്മിക്കുന്ന, ഏറ്റവും വലിയ ഉമ്മത്തിന് പിന്നാലെ നടക്കേണ്ടി വന്ന വലിയൊരു നേതാവായി, ലീഡറായി, ആത്മീയ സ്പിരിച്വൽ ലീഡറായി മാറാൻ മഹാനവറുകൾക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ തവക്കുലാണ്. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കുന്ന, അങ്ങനെ നമ്മുടെ ജീവിതത്തിലും എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട്, റബ്ബേ, രോഗത്തിൻ്റെ കാര്യം, സമ്പത്തിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചു, നീ എന്നെ സഹായിക്കണമല്ലാ. നീ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിനക്ക് എന്തു കഴിയില്ല റബ്ബേ, നിന്നെ ഞാൻ ഏൽപ്പിച്ചു. ഈ ഒരു തവക്കുലിൻ്റെ, അർപ്പണബോധത്തിൻ്റെ പറച്ചിലല്ല. തവക്കൽതു അലല്ലാഹ് എന്നുള്ള കേവലം നാവിലല്ല, വീടിൻ്റെ വാതിൽക്കൽ വിളക്കമുക്കി എഴുതൽ മാത്രമല്ല, പിന്നെയോ മനസ്സിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന ആ അർപ്പണബോധം,
അള്ളാഹുവിൽ അർപ്പിക്കാനുള്ള, തവക്കുൽ ചെയ്യാനുള്ള കഴിവ്, അത് നമ്മൾ ആർജിച്ചെടുത്താൽ നമ്മളെ ഒരു പടപ്പിനും പരാജയപ്പെടുത്താൻ പറ്റില്ല. ആ സന്ദേശമാണ് ബലിപെരുന്നാളിൻ്റെ സന്ദേശം. അതുകൊണ്ട് ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ടവരെ ഈമാനും തവക്കുലും നമ്മുടെ പാഠമാക്കണം. നാളെ മുതൽ നമ്മുടെ ജീവിതമാക്കണം തവക്കുൽ. ദിക്റല്ല, ജീവിതമാക്കണം തവക്കുൽ. അങ്ങനെ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന തവക്കുലിൻ്റെ, വിശ്വാസത്തിൻ്റെ, അർപ്പണബോധത്തിൻ്റെ ആർജവം മുഴങ്ങിക്കേൾക്കലാകട്ടെ, അതിനുള്ള വീര്യം നമ്മുടെ ഈമാനിലേക്ക് ചേരലാകട്ടെ. ഇന്നത്തെ ബലിപെരുന്നാളിൻ്റെ ഈ നാന്ദി കുറിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിൻ്റെ ഏറ്റവും മഹനീയമായ മുഹൂർത്തം എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ മനസ്സ് നിറച്ച് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ എന്ന ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈദ് മുബാറക്. സന്തോഷത്തോടുകൂടെ ഈമാനും തഖ്വയും നമ്മുടെ ജീവിതത്തിൻ്റെ ആയുധവും പരിചയവുമാകട്ടെ. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന നല്ല മനസ്സുണ്ടാകട്ടെ നമുക്കെല്ലാം. അല്ലാഹു കുടുംബസമേതം അല്ലാഹു സ്വർഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.